ഇത് ഡൈനാടെക്കിൻ്റെ MDX24 എന്ന് പറയുന്ന മിക്സറാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ഒരു മൈക്കിന് എഫക്ട്സ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ 24ാമത്തെ ചാനലിൽ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൈക്കിൽ കൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുമ്പോൾ അവിടെ ഒരു LED ലൈറ്റ് സിഗ്നലിൻ്റെ അവിടെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നീല കളറിൽ കാണുന്നതാണ് എഫക്ട്സിൻ്റെ നോബുകൾ. ഈ ഓരോ ചാനലിലും 2 എഫക്ട്സ് നോബുകൾ വെച്ചുണ്ട്. ഇവിടെ ഈ LED ഡിസ്പ്ലേയുടെ താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ 2 എഫക്ട്സിൻ്റെ മെയിൻ കൺട്രോൾസ് കാണാൻ പറ്റും. ആ 2 നീല കാണുന്നതാണ് എഫക്ട്സിൻ്റെ മെയിൻ കൺട്രോൾസ്. ഇനി നമ്മൾ ഫെയ്ഡറിൻ്റെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഫെയ്ഡറുകൾ കാണാം. FX1 എന്നും FX2 എന്നും പറഞ്ഞിട്ട് 2 ഫെയ്ഡറുകൾ കാണാം. അപ്പോൾ ഈ പറഞ്ഞ 3 സ്ഥലത്തെയും നോബുകളും ഫെയ്ഡറുകളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലെവൽ അനുസരിച്ചിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്ന മെയിൻ ഔട്ടിലേക്ക് കിട്ടുന്ന എഫക്ട്സിൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ താഴെയായിട്ട് വരുന്ന മുകളിലേക്ക് കാണുന്ന ആരോ മാർക്കുകളിൽ നമ്മൾ ആ സ്വിച്ചിൽ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഫക്ട്സുകൾ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ എഫക്ട്സ് ചേഞ്ച് ചെയ്യുകയാണ്. നമ്മളിതേപോലെ സ്വിച്ചിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഫക്ട്സുകൾ മാറി മാറി കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ ഏത് എഫക്ട്സ് ആണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ആദ്യം. ഇത് രണ്ടാമത്തെ എഫക്ട്സിൽ നമുക്ക് ഇതേപോലെ തന്നെ ആ സ്വിച്ചിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഫക്ട്സിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ നമ്പറിലും ഏതൊക്കെ എഫക്ട്സുകളാണ് ഉള്ളതെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. FX1 FX2 മോഡെന്നും പറഞ്ഞ് മുകളിൽ എഴുതിയിരിക്കുന്നത് കാണാം. അവിടെ നമ്മൾ നോക്കിയിട്ട് അതിന് ശേഷം വേണം നമ്മൾ എഫക്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ എഫക്ട്സിൻ്റെ മെയിൻ കൺട്രോൾസിൽ നമുക്ക് എത്രത്തോളം എഫക്ട്സ് വേണം എന്നുള്ളത് ആദ്യമേ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പകുതിക്ക് മുകളിലേക്കാക്കി ഈ 2 എഫക്ട്സും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ അത് ഞാൻ പകുതിക്ക് മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചാനലിലെ എഫക്റ്റ് ആണോ കിട്ടേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ 24 എന്ന് പറയുന്ന ചാനലാണ് മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ എഫക്ട്സ് ആണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു പകുതിക്ക് മുകളിലായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇത് ഓരോ സ്ഥലത്തെയും ഓരോ മൈക്കിൻ്റെയും ഓരോ ടെക്നീഷ്യന്മാരുടെ യുക്തിക്കനുസരിച്ച് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിത് പകുതിക്ക് മുകളിൽ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് എല്ലാവരും ഇത് പകുതിക്ക് മുകളിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുന്ന സൗണ്ട് വേറെ രീതിയിലായിരിക്കും. നിങ്ങൾ ലൈവായിട്ട് ആ മൈക്കിൽ നിന്ന് വരുന്ന സൗണ്ട് കേട്ടുകൊണ്ട് വേണം ഇത് സെറ്റ് ചെയ്ത് വെക്കുവാനായിട്ട്. അപ്പം ഞാൻ കാണിച്ച രീതിയിൽ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു സൗണ്ട് എഫക്റ്റ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും നിങ്ങളിപ്പോൾ ഒരു ഹോളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പം വലിയൊരു എഫക്റ്റ് വേണ്ടി വരത്തില്ല, കുറച്ചായിരിക്കും. നിങ്ങൾ പുറത്ത് ഔട്ട്ഡോറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന പ്രദേശത്തിൻ്റെ അനുസരിച്ചും നിങ്ങളുടെ കയ്യിലുള്ള മൈക്കിൻ്റെ അനുസരിച്ചും ആ മൈക്കിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ അനുസരിച്ചും ഒക്കെ തന്നെ നമുക്ക് ഈ എഫക്ട്സിൽ കൺട്രോൾസ് പല രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എഫക്റ്റ് കിട്ടത്തില്ല. ഓരോ ടെക്നീഷ്യന്മാരുടെ അനുസരിച്ച് അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് വേണം നിങ്ങളത് ചെയ്യുവാനായിട്ട്. ഇപ്പം ഞാൻ ഈ എഫക്റ്റ് ഒരു ശകലം ഒന്ന് കൂട്ടി വെക്കുകയാണ്. അതായത് ഒരു പകുതിക്ക് മുകളിലേക്ക് ആക്കി വെക്കുകയാണ് രണ്ടും. ഇതിലിപ്പോൾ FX1 നമ്മൾ ഡിലേയും FX2 റിവർവുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ്. ഇപ്പം ഞാനിത് കൂട്ടിയപ്പോൾ ഒരു അല്പ എഫക്ട്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മെയിൻ ഫെയ്ഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫെയ്ഡർ നമ്മൾ മുകളിലേക്ക് അപ്പ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ഈ മെയിൻ ഫെയ്ഡറുകൾ എഫക്ട്സിൻ്റെ മെയിൻ ഫെയ്ഡറുകൾ രണ്ടും ഒന്ന് മുകളിലേക്ക് കയറ്റി വെക്കാൻ പോവാണ്. അതിനുശേഷം വരുന്ന സൗണ്ടിലുള്ള എഫക്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇത് ഡിലേഡ് എഫക്റ്റ് ആണ്, ഇത് റിവർബിൻ്റെ. ഹലോ.
ഇപ്പോൾ നല്ല രീതിയിൽ എഫക്ട്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്ട്സ് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് വേണം ഇത് ചെയ്യുവാനായിട്ട്. ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന അതേ സെറ്റിങ്സ് നിങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വോക്കൽ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു നല്ല കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ മിക്സറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് വീണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.